ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമായിട്ടിരിക്കുകയാണോ? ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ആക്ച്വലി ഞാനൊരു മോർണിംഗ് റൂട്ടീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ഓർത്ത് തിന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാം എന്നുള്ളത്. അപ്പം ഞാനൊന്ന് പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അതേ ലൂസി ഉണ്ടിട്ട് എൻ്റെ കൂടെ എൻ്റെ റൂമിൽ. അവളിത് എൻ്റെ റൂമിൽ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഫുൾ ബ്ലാക്ക് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയറുമെന്ന് വെച്ച് തുടങ്ങാം. ഡെർമാക്കോൻ്റെ എൻ്റെ സെറം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ബാങ്കിൽ പോകാനുണ്ട്, ഉമ്മക്ക് ബാങ്കിൽ പോകാനുണ്ട്, പിന്നെ ഉമ്മക്ക് ഡ്രസ്സ് മാറ്റിക്കാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ ഒരു 10 മണി 10:30 ആ സമയത്ത് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അതേ മാറ്റുന്നത്. എന്നും ഞാൻ ലേറ്റ് ആവും കേട്ടോ, ഭയങ്കരമായിട്ട് ലേറ്റ് ആവില്ല. അപ്പോൾ ഇന്ന് അപ്പം ഞാൻ നേരത്തെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെറം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത്, ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, വിഷ് കെയറിൻ്റെ. ഇപ്പം കുറേ ആയല്ലോ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട്, കുറേ അല്ല കുറച്ചൊക്കെ ആയല്ലോ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവുന്നുള്ളൂ. അപ്പോൾ ഈ സെറൊക്കെ ഫേസിൽ നല്ലപോലെ ഒന്ന് അപ്ലൈ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചൊരു വെയിറ്റ് ആക്കി. ആ ടൈം കൊണ്ട് ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹിജാബൊക്കെ. ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ നമുക്ക് ഇനി പെർഫ്യൂം അടിച്ച് കൊടുക്കാം എന്നുള്ളത്. അതും എൻ്റെ ഡ്രസ്സിലേക്ക് എല്ലാം മാച്ചാണ്, ബ്ലാക്ക് കളറ്. പിന്നെ അതിന് ശേഷം ഞാനിത് ഇവിടെ ബോഡി ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു കയ്യിൽ വാച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ആ വാച്ച് ഊരാനുള്ള മടിയോണ്ട് ഞാൻ എന്ത് ചെയ്ത്, വാച്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്താണ് ബോഡി ജെൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, വാച്ചിൻ്റെ അവിടെ ആവാതെ. ഞാൻ ആദ്യം അങ്ങനെ പെർഫ്യൂം അല്ലെങ്കിൽ ബോഡി ജെല്ലൊന്നും അപ്ലൈ ചെയ്യുന്ന ഒരാളേ ആയിരുന്നില്ല. പിന്നെ എനിക്ക് പെർഫ്യൂമിനോടൊരു അഡിക്ഷൻ വന്നേ. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ നമ്മളെ അടുത്തിലൂടെ നല്ല സ്മെല്ലുള്ള ഒരാൾ പോയാൽ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കൂലോ, നല്ല അടിപൊളി പെർഫ്യൂം, അല്ലെങ്കിൽ ആളെ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിലായിരിക്കുമല്ലോ നമ്മൾ കാണല്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പം നമ്മളും നല്ല അടിപൊളിയായിട്ട് സ്മെല്ല് ചെയ്താൽ നമ്മളൊരു പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയല്ലേ. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് സ്ഥിരമായിട്ട് പെർഫ്യൂം യൂസ് ചെയ്ത് തുടങ്ങി. ഈ ബോഡി ജെല്ലിൻ്റെ സ്മെല്ല് അടിപൊളി, ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിത് എൻ്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഡോട്ട് ആൻഡ് കീൻ്റെ. അതിപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ അടുത്ത് തീരും എന്നുള്ള പോലെ കായാണ് ആ ബോട്ടിൽ. അതൊരു വലിയ ബോട്ടിലാണ്, ഞാനിപ്പോൾ കുറേ ആയിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിത് എൻ്റെ ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ എന്തില്ലെങ്കിലും കുഴപ്പമില്ല, ലിപ്സ്റ്റിക് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ സൺസ്ക്രീൻ ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങൂല. അങ്ങനെ ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുത്ത്, പിന്നെ രണ്ടാമത് ചെറുതായിട്ടൊരു ലെയർ കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ തന്നെ നേരെ നമ്മൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണോ എന്താ അറിയില്ല, എനിക്കിപ്പോൾ നല്ലൊരു നീറ്റൽ വരുന്നുണ്ട് കേട്ടോ ഫേസിൽ. ഞാനങ്ങനെ സെറവും സൺസ്ക്രീനൊന്നും ഒപ്പം യൂസ് ആക്കലില്ലായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, ഫേസ് നല്ല ഇപ്പോഴൊക്കെ നല്ല നീറ്റലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു ഇതിങ്ങനെ റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡി ആയിട്ട് എനിക്ക് പേടിയുണ്ട് കേട്ടോ, ഫേസിൽ എന്തെങ്കിലും റിയാക്ഷൻസ് എന്തെങ്കിലും വരുമോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ അത് പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മാർസിൻ്റെ സ്പൈസഡ് ക്രാൻബെറി എന്ന് പറഞ്ഞ ഷെയ്ഡ് നമ്പർ 11. ആ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഞാൻ ലിപ്പ് മൊത്തത്തിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ലിപ് ഗ്ലോസോ അങ്ങനെ പ്രത്യേകിച്ച് സംഭവമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഈ ലിപ്പ് ലൈനർ മാത്രം തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേ മാറ്റി ഇറങ്ങാം. അപ്പം ഞാനിതേ എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു ഫുൾ ബ്ലാക്ക് മാതിരിയാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ആദ്യം തന്നെ എനിക്കൊന്ന് കൊറിയർ ഓഫീസിൽ പോകാനുണ്ട്, പിന്നെ എനിക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കാനൊക്കെ ഉണ്ട് ജേർണലിങ്ങിന് വേണ്ടിയിട്ട്. ഈ ജേർണലിങ് ചെയ്യുന്നവർക്ക് തീരെ ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമാണ് മടി, പക്ഷെ അത് എനിക്ക് നല്ലോണം ഉണ്ട്. ആ ജേർണലിങ്ങിന് ഞാൻ എൻ്റെ ജേർണൽ ഡയറിയിൽ ആദ്യത്തെ 2-3 പേജൊക്കെ അങ്ങനെ ചെയ്ത്, ബാക്കിയൊക്കെ അവിടെ കിടക്കണം മടിയായിട്ട്. അപ്പം ഇനി അങ്ങനെ മടിയായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പം നമുക്ക് അങ്ങനെ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇത് എനിക്ക് കൊറിയർ അയക്കാനുള്ളതാണ് കേട്ടോ. എനിക്ക് ഇനി വേങ്ങര പോയിട്ട് വേണം അവിടെ നിന്ന് തന്നെ കൊറിയറിൻ്റെ കവർ മേടിച്ചിട്ട് പാക്ക് ചെയ്തിടാൻ. കാരണം എൻ്റെ കയ്യിലുള്ള കൊറിയറിൻ്റെ കവറൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഉമ്മയും കൂടിയാണ് കേട്ടോ ഒന്ന് പുറത്ത് പോകുന്നത്. ഞാൻ ഉമ്മനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം, ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഓട്ടോ കയറിയിട്ട് ആദ്യം ഫെഡറൽ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ പിന്നെ പുറത്തിറങ്ങിയാൽ വല്ലാതെ ക്ലിപ്സ് എടുക്കൂലല്ലോ, എനിക്ക് കുറച്ചൊരു സോഷ്യൽ ഒരു ആൻസൈറ്റി എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതേ DTDCക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ നേരം കൊണ്ട് ഉമ്മ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ കയറിയിട്ട് നമ്മൾ ഉമ്മമാനെ എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മമാനെ എടുത്തിട്ട് വേണം നമുക്ക് ഇനി വേറൊരു ബാങ്ക് പോകാനുണ്ട്. അപ്പോൾ അതേ കുറേ ഫയലും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേർക്കുന്ന ഒരാളും കൂടിയാണല്ലോ.
നിങ്ങളൊക്കെ ഈ സംഭവം നോട്ടീസ് ചെയ്തിക്കണോ? ഇത് കണ്ടോ, എൻ്റെ ഡബിൾ ചിന്ന് ഒന്നുമില്ല, ഫാറ്റാണ്. ഞാൻ പറയലുണ്ടല്ലോ എൻ്റെ ശരീരത്തിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഫാറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതേ എനിക്ക് ഡബിൾ ചിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. കാണുമ്പോൾ എൻ്റെ ഫേസ് കുറച്ച് തടിച്ചിട്ടാണ് ഭംഗിയെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഫാറ്റാണ്. എനിക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കണം എന്നുണ്ട് ഇനി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ അതേ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. മലപ്പുറത്താണ് കേട്ടോ ബാങ്ക് പോയിട്ടുണ്ടായിരുന്നത്, മലപ്പുറത്ത് കനറ ബാങ്കിൽ. അപ്പം ഞാനും മമ്മി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മയാണ് പോയിട്ട് പേപ്പേഴ്സും സംഭവങ്ങളൊക്കെ റെഡി ആക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ച് ഇങ്ങനെ ഒരു വിധമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മമ്മി ഞാനും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ ബാങ്ക് വന്നാൽ എപ്പോഴും ഭയങ്കരമായിട്ട് ലാഗ് ആവലുണ്ട്, പക്ഷേ ഇന്ന് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വിളിച്ചത്, എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന്. അത് മലപ്പുറം DTDCയിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനൊന്ന് ഷോക്കായി, മലപ്പുറം DTDCയിലേക്ക് എന്താന്ന്. അപ്പോൾ വേങ്ങരക്കുള്ളൊരു സംഭവം അത് മലപ്പുറത്തേക്ക് വന്നതാണ്. അത് ഭാഗ്യം നമ്മൾ മലപ്പുറത്തുള്ള ടൈമിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ DTDC പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വേങ്ങരത്ത് മലപ്പുറം വരെ വരണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പ്രീതിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഉമ്മക്കൊരു ഡ്രസ്സ് മാറ്റിക്കാനുണ്ടായിരുന്നു, പിന്നെ അനിയനെ 1-2 ജീൻസ് പാൻറ്റ് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ എന്താ ആടി ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. മറ്റേത് എനിക്ക് പുറത്തിറങ്ങാ വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങാറുണ്ട്. അതുകൊണ്ട് പണ്ട് ശീലമായി. അങ്ങനെ രാവിലെ 10:30 വീട്ടിൽ നിന്ന് പോയാൽ നമ്മൾ തിരിച്ച് 3 മണിക്കാണ് വീട്ടിലേക്ക് വരുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് റൂമിൽ കയറി ഫാൻ ഇട്ട് ബെഡിലൊരു കിടത്തങ്ങോട്ട് കിടന്ന് കുറച്ച് നേരം. ആ കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോൾ തന്നെ ഒരു സുഖമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്നപ്പോൾ അതേ ബ്രൗണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും നമ്മൾ ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിത് വാങ്ങിയ സമയത്തേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഫ്ലോപ്പ് ആവുമോ ഇല്ലേ എന്നുള്ളത്. ഞാൻ പിന്നെ എന്തായാലും എല്ലാവർക്കും ഓരോന്നെടുത്ത് പോകുന്നു. പക്ഷെ എനിക്കിത് തീരെ ഇഷ്ടമായില്ല കേട്ടോ. തീരെ ഇഷ്ടമല്ല മീൻസ് ഒരു ഓക്കെ അത്ര വലിയ രസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനിത് പ്രിൻ്റ് എടുത്ത കൂട്ടത്തിൽ എനിക്ക് ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ജേർണലിങ്ങിന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ എൻ്റെ ബർത്ത്ഡേ ഫോട്ടോസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഷാനിബാൻ്റെ കല്യാണത്തിന് പോയ എൻ്റെ ഫോട്ടോസ് ഉണ്ട്, പിന്നെ അതുപോലെ എൻ്റെ കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസ്, പിന്നെ അതുപോലെ എൻ്റെ ലൂസിൻ്റെ ഫോട്ടോ കയ്യിലുണ്ട് കേട്ടോ. ഈ ബർത്ത്ഡേ ഡ്രസ്സിലെ ഫോട്ടോ നല്ല രസമുണ്ട്, പക്ഷെ ഇത് വലിയ ക്ലാരിറ്റി ഇല്ല കേട്ടോ ഈ പ്രിൻ്റ് എടുത്തത്. പിന്നെ ഇതാണ് നമുക്ക് മലപ്പുറം DTDCയിൽ നിന്ന് വന്നിട്ടുള്ള കൊറിയർ. ഒരു നെയിൽ കോണിൻ്റെതാണ്. ഹാൻഡ് കോണും നെയിൽ കോണും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും നെയിൽ കോണാണ്. ഇവരുടെ പേജ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി മെഹന്തി നല്ലപോലെ ചോക്കുന്നുണ്ട്, മൈലാഞ്ചിയൊക്കെ. ഞാൻ ഹാൻഡ് കോൺ അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷെ നെയിൽ കോൺ ഇതേ കണ്ടോ, ഞാൻ 2 വട്ടം ഇട്ടതാണ് ഇത്. ഇതിന് മുൻപും ഇവർ എനിക്ക് മെഹന്തി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിത് ഈ ഒരു നെയിൽ കോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന. സ്റ്റെയിൻ എനിക്ക് നല്ല ഇഷ്ടമായി. ഹാൻഡ് കോൺ ഞാൻ ഇൻഷാല്ലാ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മെഹന്തി ഇടും. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്. അപ്പോൾ എന്തായാലും ഓർഗാനിക് മെഹന്തി ആണല്ലോ, നമുക്ക് അങ്ങനെ പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പം ഞാനിതെല്ലാം പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെക്കട്ടെ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെയായിട്ട് വിശപ്പൊന്നും ഇല്ല കേട്ടോ. കുറച്ച് വിശപ്പുള്ളിന്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ, കുറച്ച് സാമ്പാറും പിന്നെ അതുപോലെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. ചോറ് എന്നാൽ എനിക്ക് വലിയൊരു കൊതി ഇല്ലെങ്കിലും എനിക്ക് വത്തൊക്കെ കഴിക്കാൻ നല്ല കൊതിയുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് ഇപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് നല്ലൊരു ഉറങ്ങി നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് പീരിയഡ്സ് ആയി, എനിക്ക് വയറൊക്കെ വേദന ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഉറങ്ങി നീച്ചപ്പോഴേക്കും ഇതേ എൻ്റെ ബെഡിൽ ഇവിടെ ഒരാൾ വന്ന് കിടക്കണ്. പാവം ലൂസി നല്ല ഉറക്കിലാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ എൻ്റെ കൂടെ ഉച്ചക്ക് വന്ന് കിടക്കും, പക്ഷെ എൻ്റെ ബെഡിൽ ഫുള്ള് രോമമൊക്കെ ആവുന്നതുകൊണ്ട് ഞാൻ പിന്നെ 2 ദിവസത്തോളം എൻ്റെ അടുത്ത് കടുപ്പിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ആ 2 ദിവസമൊക്കെ ഭയങ്കര ജാടയും ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ നമ്മൾ മൈൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷേ ഈ രോമം ഇങ്ങനെ മേത്തിലാവണ കണ്ടിട്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കെയർ ചെയ്ത് നിന്നാൽ മതി, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ പിന്നെ അതേ അവൾ എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നൈറ്റിയാണ് ഇട്ടിട്ടുള്ളത്, കാരണം രാത്രിയാണ്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും മാറ്റാൻ എനിക്ക് വയ്യ. അപ്പോൾ ഒരു ഉറങ്ങി നീച്ചതിൻ്റെ ക്ഷണത്തിൽ നമുക്ക് നേരെ താഴെ പോയി നോക്കാം എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ താഴെ ടേബിളിൽ ഇതേ കുറച്ച് സ്വീറ്റ്സ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ മധുരം കഴിക്കാൻ വലിയൊരു താല്പര്യം ഇല്ല, എന്നാലും ലഡുവൊക്കെ കണ്ടിട്ടൊരു പൂതി ആവുന്നുണ്ടേനു. അപ്പം ഞാൻ ലഡുവിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മധുരത്തിനോടെന്തോ അത്രയ്ക്ക് ഇങ്ങനെ ഒരു താല്പര്യം പോരട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതേ ഒരു പാത്രം കാണുന്നുണ്ട് ഗ്യാസ്മേൽ. അപ്പം എന്താ പോയി നോക്കിയപ്പോൾ ഇതേ ഉമ്മ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പൊലിവായി. അതിൻ്റെ ഇടയിൽ ഇത് എനിക്ക് ഫ്രീസറിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, ഇഞ്ചി മിഠായി. ആരെ ഫ്രീസറിലൊക്കെ കൊണ്ടുപോയി ഇഞ്ചി മിഠായി വെച്ചാൽ എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഇങ്ങനത്തെ പണ്ടത്തെ മിഠായിസൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എല്ലാതും നല്ല, പക്ഷേ ഇഞ്ചി മിഠായി ഭയങ്കര ഇഷ്ടമാണ്. ലൂസി മാത്രമേ നമ്മളെ വളർത്തുന്നതായിട്ടൊരു പൂച്ചയുള്ളൂ, അല്ലാതെ നമ്മളെ വീടിനെ ചുറ്റിപ്പറ്റി കുറേ പൂച്ചകളുണ്ട് കേട്ടോ. അതിലൊരു പൂച്ച അതേ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന ആ സൗണ്ട് നിങ്ങളൊന്ന് കേട്ടോ.
പോയതല്ലേ. ഞാനിതേ ഇഞ്ചി മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പൂച്ച ഉള്ളിലേക്ക് വണ്ടി കേട്ടോ, തിരിച്ചതേ ഇങ്ങോട്ടന്നെ വണ്ടിയിട്ടുണ്ട്. ഇനി ആ മക്രോണിക്കുള്ള മസാല ഉണ്ടാക്കുകയാണ് ഉമ്മ. അപ്പോൾ ഇമ്മയാണ് മക്രോണി ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് നൈറ്റ് എല്ലാവർക്കും ഇനിയിപ്പോൾ ചോറ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുക. കാരണം നമ്മളെ വീട്ടിലെല്ലാവരും അങ്ങനെ രാത്രി ഫുഡ് കഴിക്കുന്നവരല്ല. നമ്മൾ റെയറായിട്ടേ ചോറ് കഴിക്കലുണ്ടാവുള്ളൂ, വേറെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കഴിക്കൽ. അപ്പോൾ ആദ്യം തന്നെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഇങ്ങനെ ഫുൾ ഓണായി നിന്നുകൊണ്ടാണ് തോന്നുന്നു കരിഞ്ഞ പോലെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനോട്ട് ഇളക്കി കൊടുക്കുന്നത് ഇത്. അപ്പം ഞാൻ അമ്മയോട് കരിഞ്ഞ പോലെ ആയി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുത്തു. സോറി, ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല, ഇനി ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തിന് ആ ചൂട് വിടുവോളത്തിനൊന്ന് ഗ്യാസ് ഇല്ലാത്തൊരു ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൂച്ചനെ ഇപ്പം നമ്മൾ പുറത്താക്കിയാണ്ട് വാതിലടച്ചല്ലോ 2 പൂച്ചാളെ. അപ്പോൾ അത് അവർ ഗ്യാസിൻ്റെ അവിടെ ഉള്ള ജനലിൻ്റെ കൂടെ പാളി വെക്കുകയാണ്. എന്താ പോരൊക്കെ ഒരു ഹാലേ. പക്ഷെ നല്ല രസമില്ലേ കാണാൻ. അത് നാടൻ പൂച്ചയാണ് കേട്ടോ, ലൂസി ഊട്ടി പൂച്ചയാണ്. അങ്ങനെ നമുക്ക് ഇനി മെല്ലെ ഇതിലോട്ട് ഓരോ മസാല സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവോളയും ക്യാപ്സിക്കും ഒക്കെ ഉണ്ട്. ഇതിനി നല്ല അടിപൊളിയായിട്ടൊന്ന് വഴറ്റിയിട്ട് വരണം കേട്ടോ. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പിന്നെ ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ, എങ്ങനെയുണ്ട്, എന്താ നിങ്ങളെ അഭിപ്രായം? എനിക്ക് കാര്യമായിട്ട് അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല, പക്ഷെ എന്നാലും എനിക്ക് ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ചോറ് കൂട്ടാൻ ഉണ്ടാക്കിയാണ് ഞാനിങ്ങനെ കുക്കിംഗ് വ്ളോഗ് ചെയ്യുക. നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതിക്ക് ഇതേമ്മ കുറച്ച് മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതേപോലെ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി എന്തൊക്കെ ഇട്ട് ഞാൻ കണ്ടില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ വേറെ എന്താ ഇട്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാനാണിത് ഇളക്കി കൊടുക്കുന്നത്. കുറച്ച് സോസ് ആഡ് ചെയ്യും, പിന്നെ ഒന്ന് ഇളക്കും, പിന്നെയും കുറച്ച് സോസ് ആഡ് ചെയ്യും. അങ്ങനെ ഇമ്മ പല സോസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബോട്ടിലുള്ളതുണ്ട്, പാക്കറ്റിലുള്ളതുണ്ട്. അങ്ങനെ അവസാനം ഈ വലിയ സോസും കുപ്പിയിൽ നിന്ന് കുറച്ചധികം സോസ് തന്നെ ഇട്ടുകൊണ്ട് നമ്മൾ സോസ് ഒഴിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സോസും ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് റെഡി ആക്കട്ടെ. അപ്പോൾ ഇമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പാത്രത്തിലായിരുന്നല്ല ആദ്യം മക്രോണി ഉണ്ടായിരുന്നു, അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നായിട്ട് എന്ത് ചെയ്ത് ഇതിലേക്ക് തന്നെ ഇട്ടിട്ട്, ഇത് കണ്ടോ ഒന്നായിട്ട് ഇങ്ങനെ ഒരു അടിഞ്ഞു കൂടിയ പോലെ ഉണ്ട്. അത് ഇനി ഇളക്കാൻ അത്ര അടിപൊളിയല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടുണ്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് മൊത്തത്തിൽ ഇളക്കി ഒരുപോലെ ആക്കി എടുക്കണമല്ലോ. അങ്ങനെ ഒരുപോലെ ഇത് ഇമ്മ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ഇളക്കി കാണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇമ്മ അത് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ എല്ലാവരും കൂടി വന്നിട്ട് കഴിക്കണം. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഈ ഡേ ഇൻ മൈ ലൈഫ് അത്ര അടിപൊളി ആയിക്കണമെന്നൊന്നും എനിക്ക് അറിയില്ല, കാരണം ഞാൻ അങ്ങനെ എല്ലതും ഷൂട്ട് ചെയ്തിട്ടില്ല, കുറേക്കാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറന്നു പോയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ബൈ.